കടൽക്ഷോഭം രൂക്ഷമാണ്. ശക്തമായ തിരമാലയിൽ വീടുകൾ കടലെടുത്തു തുടങ്ങി. വീടുകൾ തകർന്നതോടെ കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് മാറി. കടൽഭിത്തി ഇല്ലാത്തതാണ് കടൽ കയറാൻ കാരണമെന്ന് താമസക്കാർ പറയുന്നു. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, വീട്ടുമുറ്റം വരെ അല്ലെങ്കിൽ വീടുകൾക്ക് കേടുപാടുകൾ വരും തരത്തിൽ ശക്തമായ തിര ആഞ്ഞടിക്കുന്നു. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സോണൽ ആ കടപ്പുറത്ത് തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ എത്ര ദിവസമായി ഇത് തുടങ്ങിയിട്ട്? മധു, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ പോകാം. ഇന്ന് രാത്രിയോടുകൂടി ഈ വീടിന്റെ പകുതിയോളം ഭാഗം കടലെടുക്കും. അതിന്റെ ചുമര് വരെ കടലെത്തി അതിന്റെ തറഭാഗം പൂർണ്ണമായി കടലെടുത്ത് തുടങ്ങിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് കടലെടുക്കും, ഈ പ്രദേശം കടലെടുക്കും എന്നുള്ള അവസ്ഥയാണ്. ഉമ്മ, വീടാകെ പോയി. വീടാകെ പോയി. അതുകൊണ്ട് എന്താ വേണ്ടിയെന്നാ ഇവിടുത്തെ MLA എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇവിടെ കോളേജ് റണ്ടിയിൽ സ്ഥലങ്ങളുണ്ട്. ഒന്നും വേണ്ട, 5 സെന്റ് സ്ഥലം ഞങ്ങൾക്ക് തന്നാൽ മതി. എല്ലാ കൊല്ലവും തന്നെ അവസ്ഥ. എല്ലാ കൊല്ലം എന്ന് വെച്ചാൽ 1 കൊല്ലം 2 കൊല്ലം എന്നല്ല, കുറേ കാലമായി ചാനലുകാരായിട്ട് നിന്ന് സംസാരിച്ച് മതി അയക്കുന്നു. അതാണ് ഇപ്പം വിളിച്ചിട്ട് വരാത്ത. അല്ലാണ്ട് കുറവുകൊണ്ടൊന്നുമല്ല, മനസ്സിലായ സുഖമില്ലാത്ത കുട്ടികളായിട്ട് കിട്ടിയ വീട്ടിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വാടകയ്ക്കല്ലേ? ഇടപെടൽ വേണല്ലേ? വലിയ പ്രയാസമാണ്. ഞങ്ങൾക്ക് 5 സെന്റ് സ്ഥലം കിട്ടിയാൽ മതി. 10 ലക്ഷം കൊണ്ടൊന്നും എത്രയും പെട്ടെന്ന് കിട്ടൂ, മനസ്സിലായ? ഇപ്പോഴത്തെ MLA എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് സാധിപ്പിച്ച് തരാൻ ഞാൻ ഒരു രക്ഷയില്ല. ഞങ്ങൾ കണ്ടിരിക്കും പോകട്ടെ കൂടി. അത് തന്നെയാണ് ഉമ്മയുടെ വിഷമമാണ് നമ്മൾ ഈ കണ്ടത്. എന്റെ സുഖമില്ലാത്ത താത്തിരിക്കണാണ് കോലായില്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് MLA ഞങ്ങൾക്ക് ഇത് ശരിയാക്കി തരാൻ. ഒന്നും ശരിയാവൂല. ഞങ്ങൾ കക്കൂസി ഇരിക്കാനും ഒന്നിനും പറ്റാതായിരിക്കണം. ഇപ്പൊ അടുത്തായിരിക്കണം ഞങ്ങള്. നിങ്ങൾ വന്ന് നോക്ക്. ഇനിയിപ്പോ ഞാൻ വന്ന് നോക്കിയിരിക്കണ ഇവിടെ തന്നെയാണ്. അവർക്ക് വീട്ടിൽ നിന്ന് പുറകോട്ട് സുഖമില്ലാത്തൊരു 28 വയസ്സായൊരു പെൺകുട്ടി ഉണ്ട്. അതിനെ ഉടുക്ക് ഒരു വാതക്കരിക്കും കൊണ്ടുപോകാൻ പറ്റൂല. അവർക്ക് എല്ലാവർക്കും അറിയാം. പ്രയാസമാണ്. ഇപ്പോ ഈ വാർഡിലെ കൗൺസിലർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വലിയ പ്രയാസമാണ്. ഈ വർഷക്കാലമായി കഴിഞ്ഞാൽ ഞങ്ങളുടെ നാടിൻ്റെ ഈ ഒരു പ്രയാസം എങ്ങനെ ആളുകൾ മനസ്സിലാക്കുന്നതെന്ന് മനസ്സിലാവണില്ല. കാരണം കൂട്ടപാലായനമാണ്. ഈ സമയമായി കഴിഞ്ഞാൽ തീരദേശത്ത് താമസിക്കുന്ന ആളുകളെല്ലാം കൂട്ടപാലായനം. മുഴുവൻ കുടുംബങ്ങളും മാറി വാടകയ്ക്ക് താമസിക്കാൻ പോവാണ്. ഇപ്പോൾ ഇവിടെ നിലനിൽക്കുന്ന മുഴുവൻ കുടുംബങ്ങളും വാടകയ്ക്കും ബന്ധുവീടുകളിലേക്കും എവിടേക്ക് പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ആളുകളെല്ലാം പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇവിടെ മുമ്പ് ഇപ്പോൾ കുറേ എമർജൻസി വർക്കുകൾ അടുത്തടുത്ത് ചില പോക്കറ്റുകളിലൊക്കെ 50 മീറ്റർ 100 മീറ്റർ 50 മീറ്റർ അങ്ങനെ ഒരുപാട് കടൽ ഭിത്തിയിട്ടിട്ടുണ്ട് താൽക്കാലികം. പക്ഷെ ആ ഇടലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ അപകട അവസ്ഥയിലേക്ക് നിങ്ങളെ നാടിനെ എത്തിച്ചത്. കണ്ണു തുറന്ന് പൂർണ്ണമായി കടൽ ഭിത്തി വേണമെന്നുള്ളതാണ്. അഴീക്കൽ മുതൽ കാപ്പിരിക്കാട് വരെ പൂർണ്ണമായി ഒരൊറ്റ ലേബലിൽ ഈ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. പരിതാപകരമാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ കടൽ ഭിത്തി ഏകദേശം ചെറിയ പ്രദേശം വരെ ഉണ്ട്. അത് പക്ഷേ ചെറുതാണ്. അതിൻ്റെ മുകളിലൂടെ തിരയടിക്കുന്നത് നമുക്ക് കാണാം. ആ കടൽ ഭിത്തി ഇല്ലാത്ത പ്രദേശത്തേക്കാണ് ആ കടലിൻ്റെ ശക്തി കൂടിക്കൊണ്ട് തിരയടിച്ച് കരയെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ചെറുതായി ചെറിയ ഭാഗങ്ങൾ മാത്രം പണിതുകൊണ്ട് കടൽ ഭിത്തി നിർമ്മിക്കുകയല്ല, പൂർണ്ണമായി നിർമ്മിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം, അല്ലേ? പൂർണ്ണമായിട്ട് തീർച്ചയായിട്ടും ഇവിടെ കടൽ ഭിത്തി നമ്മൾ നിർമ്മിക്കണം തന്നെയാണ് നമ്മൾ ഇവിടെ വേണ്ടത്. അതുമാത്രമല്ല കുറഞ്ഞ മാത്രം ഇട്ടിട്ട് കാര്യമില്ലല്ലോ. ഈ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരെ തിരമാല അടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളപ്പോൾ നിങ്ങൾ കണ്ടില്ലേ 10 മിനിറ്റിനുള്ളിൽ തന്നെ എത്ര മീറ്റർ കണക്കാണ്ട് കയറിപ്പോയില്ലേ? തീർച്ചയായിട്ടും ഇവിടം വരെ ഇടുന്നുണ്ടെങ്കിൽ ഇത്ര ആവൂലത് ഇങ്ങനെ സംഭവിക്കൂല. ആ മുറിയായി വരെ ഇതിങ്ങനെ അവിടം വരെ ഇട്ടിട്ട് പോയതാണ് സംഭവം. ആയി മാറും. ഇത് ഇനി ഒരു ആയി മാറി ഇനി ഈ അടുത്ത റോഡിലേക്കുള്ള കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ അടുത്ത ഈ കാണുന്ന വീടുകൾ മുഴുവനും പോകും. അതായത് ഇനി ഒരു മാസക്കാലത്തെ വേണ്ട, ഒരു 10 ദിവസം കൊണ്ട് 10-15 ദിവസം കൊണ്ടുള്ളിൽ തന്നെ ഈ വീടുകൾ കാണുന്ന വീട് മുഴുവൻ. വിവരങ്ങൾ നൽകിയത്.